C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അത് പിന്നെ ഈ വക ഉടായിപ്പൊക്കെ എന്നെ പ്രത്യേകം പഠിപ്പിക്കണോളിയാ. ഈ കാര്യത്തിലൊക്കെ ഞാൻ അളിയന്റെ ആശാനല്ലേ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ, എന്നാ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് വിളിക്കും. ഞാൻ ഫോൺ നോക്കിയാ. അയ്യോ അളിയാ, ഒരു കാര്യം പറയട്ടെ. എന്താടാ? ഇവിടെ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നു. അളിയൻ അറിഞ്ഞില്ലല്ലോ? ഇല്ല. എന്ത് സംഭവം? അളിയന്റെ പഴയ ഭാര്യയില്ലേ, കുടുംബശ്രീ ശാരദാമ്മ, അവര് ഹാജിയാരെ കാണാൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ എന്തിന്? ഹാജിയാരെ ഫാക്ടറിയില്ലേ, അവിടുത്തെ ക്യാൻറ്റീന്റെ കോൺട്രാക്ട് എടുത്തിരുന്നത് ഒരു തമിഴനാ. വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അയാളെ ഹാജിയാര് പറഞ്ഞു വിട്ടു. ആ കോൺട്രാക്ട് കിട്ടുമെന്ന് അറിയാനാ ശാരദാമ്മ ഒരു പരിചയക്കാരിയും കൊണ്ട് ഇവിടെ വന്നത്. എന്നിട്ട് ഹാജിയാര് കോൺട്രാക്ട് കൊടുത്തോ? എടാ, അത് കിട്ടിയ ശാരദയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. 10,000 ഓരോ ദിവസവും കൈ തടയുക. അറിയാം. അറിഞ്ഞുകൊണ്ട് അവർക്കിത് കിട്ടാൻ ബാലേന്ദ്രൻ സമ്മതിക്കുവളിയാ. അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം രൂപയുടെ ചെക്ക് അവർ എഴുതി തുടങ്ങിയതല്ലേ. ഞാൻ കയറി മുട്ടി അതങ്ങ് പൊളിച്ചു കളഞ്ഞു. ആണോ? എന്നിട്ടെന്താ, അവരിപ്പോ വെക്കാണ്. ഓ, അതിന്റെ ഒരു പ്രത്യേക സുഖത്തിലാ ഞാനിപ്പോ. ശാരദാമ്മ. ആരെ? ശാരദാമ്മ പോയില്ലേ? ഇല്ലടാ, പോയില്ല. ഭക്ഷണത്തിൽ പാറ്റയും പല്ലിയും വിഷവും വിളമ്പാനേ പണത്തിന് ആർത്തിക്കാരിയായിട്ടെ ദിവസവും ഇവിടത്തെ ക്യാൻറ്റീനിൽ ഒരു ചാൻസ് കിട്ടാനായിട്ട് നിൽക്കുക ഞാൻ. അത് കിട്ടിയിട്ട് വേണം ഇവിടെ വെട്ടും കുത്തും നടത്താൻ. അയ്യോ, അത് ഞാൻ ഹാജിയാരോടൊരു തമാശ പറഞ്ഞില്ലേ. അയാളത് സീരിയസ് ആയിട്ടാണ് കൊടുത്തത്. കഷ്ടം തന്നെ. നിർത്തടാ. ഒരു പെണ്ണിന്റെ ഭാവിയും ജീവിതവും ഒക്കെ നിനക്കെപ്പോഴും വെറും തമാശയല്ലേ? പെൺമക്കള് പ്രായപൂർത്തിയാവുന്ന കാലം മുതലേ അവരുടെ കല്യാണവും കുടുംബവും ഒക്കെ സ്വപ്നം കണ്ട് നെഞ്ചിലാദ്യ കയറ്റുന്നവരാ മാതാപിതാക്കന്മാര്. ആ വേദനയും സങ്കടമൊക്കെ തിരിച്ചറിയണമെങ്കിലേ നീ ഒരു അച്ഛനാവണമെന്നില്ല, വെറും മനുഷ്യനായാ മതി. പക്ഷെ നീ ഒരു മൃഗവാ, കുറുക്കന്റെ ജന്മം. ശാരദാമ്മ ഇങ്ങനെ ക്ഷോഭിക്കാതെ. ഈ കല്യാണം മുടങ്ങിപ്പോയാലും ശാരദാമ്മ വിഷമിക്കണ്ടെന്നേ. അവളില്ലേ, ആ ശാരിക, അവളെ ഞാൻ കെട്ടിക്കോളാം. அண்ணே, கொஞ்சம் சீக்கிரம் விடுங்க அண்ணே. மச்சனே, எடுக்க. ഹലോ മാർട്ടിൻ, 5 അല്ല 10 ലക്ഷം രൂപ തരും ഞാൻ. നീ നിന്റെ മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് അവളെ തീർക്കാൻ നോക്കണം. കാര്യം നടന്നു കഴിഞ്ഞ് എന്നെ അറിയിച്ചാ മതി. കാശ് എവിടെയാന്ന് വെച്ചാ അപ്പൊ ഇട്ടുതരാം ഞാൻ. 10 അല്ല 20 ലക്ഷം കിട്ടിയാലും നടക്കില്ല മാഡം. ഞാൻ അവളെ അല്ല, അവളെ എന്നെയാ തീർത്ത് അവസാനിപ്പിച്ചത്. വാട്ട്? അവള് നിങ്ങളെ തീർത്തെന്നോ? വാട്ട് ദ ഹെൽ ഡു യു മീൻ? എന്നെ അമ്പരപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോകുന്ന ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അവള്. ഞാൻ കേറി ഒന്ന് മുട്ടാൻ നോക്കി, പക്ഷെ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല മാഡം. അതിനു മുമ്പ് അവളുടെ കൂടെ ഉണ്ടായിരുന്നവൻ എന്നെ പിടിച്ച് പഞ്ഞിക്കിട്ട്. കൂടെയുള്ളവനോ? ആരാത്? അവൻ തന്നെ, ആ ഗുണ്ട വിഷ്ണു. ആ ബ്ലേഡ് സത്യഭാമയുടെ മകൻ വിഷ്ണു. ഇനി മാഡം എന്നെ വിളിക്കരുത് എന്ന് പറയാനാ ഞാൻ ഈ കോൾ എടുത്തത്. ചാകാൻ പോകുന്ന അവസ്ഥയിലായി ഇപ്പൊ ഞാൻ. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ അവളെന്ന് പറഞ്ഞ അവൻ എന്നെ കുത്തിയത്. ഇനി എന്റെ നമ്പർ തന്നെ മാഡം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ഇനി ഉടനൊന്നും പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്.
എന്റെ ജീവിതം തന്നെ പാഴായി. കട്ടിയടാ. പക്ഷേ അന്യന്മാർക്ക് പുറത്താണ് ഇരിപ്പിടമെന്നാ എനിക്ക് കിട്ടിയ നിർദ്ദേശം. രാജീവ് സാർ ഞങ്ങൾക്ക് അന്യനാണെന്നോ? ഇതെന്താ തമാശയാണോ? ആരാ ഈ നിർദ്ദേശം തന്നെന്ന് മനസ്സിലായില്ല. അതൊക്കെയുണ്ട്. സത്യം പറഞ്ഞ ഈ കുടുംബത്തിലെ ഒരാളായിട്ട് തന്നെയാ ഞാൻ സ്വയം പരിഗണിച്ചിരിക്കുന്നത്. അതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതും. പക്ഷേ എന്തു പറ്റി? ഒറ്റ വാക്കുകൊണ്ട് ഒരാളെ ബന്ധം മുറിച്ചളഞ്ഞു ശാരദാമ്മ. ആര്? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആള് തന്നെയാ. മനസ്സുകൊണ്ട് മാലയിട്ട് ഞാൻ ഭാര്യയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ പെൺകുട്ടി ശാരിക. അവളെന്ത് പറഞ്ഞു സാറിനോട്? അവക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലാന്ന്. എന്റെ ദേവി, അങ്ങനെ പറഞ്ഞോ? എന്താ ഇപ്പം അങ്ങനെ? ഈ ബോബൻ ജോണിന്റെ വീട്ടിലുണ്ടായ കാര്യങ്ങള് കൃഷ്ണൻകുട്ടി അമ്മാവ് ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലേ? ജീവിതകാലം മുഴുവനും അത് തീരാത്ത കളങ്കമായി കിടക്കുമെന്നാണ് ശാരികയുടെ ഭയം. ജീവിതം നിത്യനരകമായിട്ട് തീരാതിരിക്കാൻ എന്നോട് വേറെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞിരിക്കുക. എന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഉപദേശമാണ്. ഇവളെന്തേ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കും അറിയത്തില്ല ശാരദാമ്മേ ഇനി എന്താ വേണ്ടെന്ന്. കല്യാണം നിശ്ചയം സംസാരിക്കാൻ തക്കലെ നിങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുക എന്റെ അമ്മയും അമ്മാവനും ഒക്കെ. മരുമകളെ വരവേൽക്കാൻ എന്റെ വീടും വീട്ടുകാരും ഒരുങ്ങിയിരിക്കുകയാണെന്നർത്ഥം. പിന്നെ എന്റെ കാര്യമാണെങ്കിൽ മനസ്സുകൊണ്ട് ശാരിക എപ്പോഴേ എന്റെ പെണ്ണാണ്. അവിടെ ഇനി ഒരു ഇളക്കി പ്രതിഷ്ഠ ഉണ്ടാവില്ല ഒരിക്കലും. അതാണ് എന്റെ തീരുമാനം. അയ്യോ, ഇത്രയൊന്നും സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല സാറേ. അവള് എന്തോ അവളുടെ ബോധക്കേട് കൊണ്ട് പറയുന്നതാ. ഈ ഹോട്ടലും ഇതിന്റെ ചുറ്റുവട്ടമൊക്കെ അല്ലേ അവള് കണ്ടിട്ടുള്ളൂ. തെറ്റായിട്ടൊന്നും സാറ് കാണരുത് പ്ലീസ്. ബോബൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവം അവളുടെ കുഞ്ഞു മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാ. വല്ലാതെ പേടിച്ചുപോയി പാവം. ആ പേടി മനസ്സിൽ നിന്നിറങ്ങാൻ ഇനിയും സമയമായിട്ടില്ല. അതൊക്കെ അവളുടെ സമയവും സന്ദർഭവും നോക്കി ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. സാറൽപ്പം സാവകാശം തന്നാ മതി. സന്തോഷം. ഇങ്ങനൊരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാ ഞാനിവിടെ ശാരദാമ്മയെ കാത്തിരുന്നത്. കാരണം ശാരദാമ്മയെ മാത്രം വിശ്വസിച്ച് ഞാൻ പോവും. വിഷ്ണുവേട്ടനെ കൊണ്ട് ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോവാൻ റെഡി ആയിരുന്നതാ ഞാനിവിടെ. ഭാമാന്റിയോട് പറഞ്ഞപ്പോ ഇപ്പൊ വിളിച്ചു വരുത്താന്നും പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് പോയി. എന്നിട്ടും കാണാതിരുന്നപ്പോ നാണം കെട്ട് പിന്നെയും പരാതിയും കൊണ്ട് ചെന്നു ഞാൻ. അപ്പൊ വിളിച്ചു നോക്കിയപ്പോ സ്വിച്ച് ഓഫ്. എന്നിട്ടും ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. ഭാമാന്റിയുടെ വാക്കിനെന്താ ഈ വീട്ടിൽ ഇത്രയും വിലയേ ഉള്ളൂന്നാണോ? സുസ്മിത ഇങ്ങനെ ഇതിനത്ര വലിയ ആഗോള പ്രശ്നമൊന്നും ആക്കണ്ട. ഈ വീട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണ കാര്യങ്ങളാ. വിഷ്ണുവേട്ടൻ ഇതിനു മുൻപുള്ള ഒരുപാട് രാത്രികളിലും വീട്ടിൽ വരാതിരുന്നിട്ടുണ്ട്. അതൊക്കെ മറ്റു ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും പോകുന്നതുകൊണ്ടാ. മറ്റു ജില്ലകളും സംസ്ഥാനങ്ങളിലേക്കോ? അതെന്താന്ന് മനസ്സിലായില്ല. പലിശപ്പിരിവിന് പുറമെ വിഷ്ണുവേട്ടൻ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ് വണ്ടി കച്ചവടം. അതിന്റെ ഭാഗമായിട്ടാ പല യാത്രകളും നടത്തേണ്ടി വരുന്നത്. വണ്ടിക്കച്ചവടം പോലും. അവിടെ കച്ചവടം എന്തിന്റെയാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയാവൂ. സുസ്മിത എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്ത് ബിസിനസ് ആയാലും ഇങ്ങനെ ആരെയും വീട്ടിൽ നിന്ന് കയറൂരി വിടുന്നത് അത്ര ശരിയല്ലാന്ന് ചിന്തിക്കുകയായിരുന്നു. ആണായാലും പെണ്ണായാലും വീട്ടുകാർക്ക് അവരുടെ മേലൊരു കടിഞ്ഞാണ് വേണം. അല്ലെങ്കിൽ എല്ലാ രാത്രിയും ഒരുപോലെ ആവില്ല. അതോർത്താൽ എല്ലാവർക്കും കൊള്ളാം. അത്ര തന്നെ. നീ എത്ര കടന്ന് തുള്ളിയാലും എന്റെ ഏട്ടന്റെ കാലിൽ കയറ് കെട്ടാന്നുള്ള മോഹം നടക്കില്ല മോളെ. വിഷ്ണുവേട്ടന്റെ കടിഞ്ഞാൽ നിന്റെ കയ്യിൽ കിട്ടാൻ അല്പം പൊളിക്കും.
അത് ഓൾറെഡി മറ്റൊരു പെണ്ണിനെ ഏൽപ്പിച്ചു കഴിഞ്ഞതാ. അല്ല, അത് പറഞ്ഞപ്പോഴാലോചിക്കുന്നേ, താൻ ശാലിനിയുടെ ഒപ്പമാണെന്ന് മെസ്സേജ് തന്നിട്ട് ഈ വിഷ്ണുവിന്റെ എവിടെ പോയി? അതും രാത്രി ഇത്ര നേരമായിട്ട്. കുഴപ്പമായി തീരുവോ? ഒന്നങ്ങോട്ട് പരീക്ഷയുടെ കാര്യം ഓർത്തിട്ടോ? നീ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പരീക്ഷ പേടി പറയുന്നത്. നീ പണ്ട് ഞാൻ പറഞ്ഞു തന്നെല്ലാം മറന്നു തോന്നുന്നല്ലോ. നോക്ക്, ഈ പരീക്ഷ നീ പേടിക്കരുതൊരിക്കലും. നിന്റെ ജീവിതമാണ് ഇപ്പോ അത്. നിന്റെ മാത്രമല്ല, നമ്മള് 4 പെണ്ണുങ്ങളുടെ ഒരു കുടുംബത്തിന്റെ കച്ചിത്തുരുമ്പ്. ഈ പരീക്ഷ നീ ജയിക്കുമ്പോ ജയിപ്പിക്കുന്നത് അമ്മയെ തന്നെയാ. 18 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസം നിനക്ക് ചിലപ്പോ മങ്ങിയൊരു ഓർമ്മയുണ്ടാവും. കല്യാണമാല അണിഞ്ഞ് രാജേശ്വരിയുടെ കൈ പിടിച്ച് നടന്നു വന്ന നിന്റെ അച്ഛനെ നോക്കി നെഞ്ചു പൊട്ടിയാ ഞാൻ ചോദിച്ചത്, എന്തിനാ ഗോപാലേട്ട എന്നോട് ഈ ചതി ചെയ്തതെന്ന്. അന്ന് അയാളുടെ മുഖത്തുണ്ടായ പുച്ഛം നിറഞ്ഞ ചിരി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. എനിക്കെന്റെ മകനെ കളക്ടറാക്കണം, ഒരു ആൺകുഞ്ഞിനെ തരാൻ കഴിയാത്ത നിന്നെ എന്തിനു കൊള്ളാടിയെന്നായിരുന്നു ചോദ്യം. അന്ന് അത് കേട്ടെന്റെ നെഞ്ചു പിളർന്നുപോയി. രാവേറെ ഒരു കടലോളം കരഞ്ഞു. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഇതിന്റെ പേരിൽ കരയില്ലെന്ന്. പിന്നീട് ഒരിക്കലേ നിങ്ങൾ 3 മക്കളെയും ചേർത്ത് നിർത്തി ഞാൻ ചോദിച്ചു, മക്കളെ, നിങ്ങളിൽ ആർക്കാണ് കളക്ടർ ആവേണ്ടതെന്ന്. ഒരു സംശയമില്ലാതെ അപ്പൊ തന്നെ നീയാണ് കൈപൊക്കിയത്. അമ്മേ, ഞാനാവൂന്ന് പറഞ്ഞ്. കളക്ടർ എന്ന് പറഞ്ഞ എന്താന്ന് പോലും നിന്റെ ആ പ്രായത്തിൽ അറിയൂന്ന് എന്നെ സംശയം. പക്ഷെ അച്ഛനോടുള്ള വാശിയും പ്രതിഷേധമാ നിന്റെ ഉള്ളിലപ്പ പുകഞ്ഞുകൊണ്ടിരുന്നത്. എവിടെന്നെങ്കിലും ഒരു നുള്ളു പരിഗണന കിട്ടിയിരുന്നെങ്കിലെന്ന് കൊതിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് ഈ ഭൂമിയില്. നിരുപാധികം വച്ചു നീട്ടുന്നത് നിരസിച്ച പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടണമെന്നില്ല. ഒരാൺതുണയില്ലാതെ അമ്മ വട്ടക്കൊട്ടയിൽ വെള്ളം കോരുന്നത് കണ്ട് ശീലിച്ച നീ പക്വതയുള്ള ഒരു തീരുമാനം എടുക്കൂന്നാ ഞാൻ കരുതിയത്. നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധമായതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അമ്മ ഒന്നിനും നിർബന്ധിക്കില്ല. കാരണം നിന്റെ ജീവിതം തീരുമാനിക്കേണ്ടതും ജീവിക്കേണ്ടതും നീയാണ്. അതോർത്താ കൊള്ളാം. ഈ അളിയൻ ഒരാളുടെ നിസ്സഹകരണം കൊണ്ടാ നമ്മുടെ ഒരു പരിപാടി ശരിയായി നടക്കാത്തത്. ഞാനെന്ത് നിസ്സഹരിച്ചെന്ന്? എന്നാൽ കഴിയുന്ന ദ്രോഹങ്ങളൊക്കെ ഞാൻ അവർക്കെതിരെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏശുന്നില്ല. അതാണ് സത്യം. അത് ചിലപ്പോ ശാരദ പറയുന്നത് പോലെ അവളാ കഴുത്തി കിടക്കുന്ന താലിക്ക് കൊടുക്കുന്ന വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ടായിരിക്കും. മനുഷ്യ, ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. ഞാനും കഴുത്തില് താലിയല്ലാതെ കോടാലിയാണോ തൂക്കിക്കൊണ്ട് നടക്കുന്നേ? അമ്പലത്തിൽ എല്ലാ ആഴ്ചയും ശത്രു സംഹാര പൂജയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിപ്പൊ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി നീക്കിക്കൊണ്ടിരിക്കുക. പ്രിലിമിനറി പാസ്സായ ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാം എഴുതാൻ വേണ്ടി നാഗർകോവിലേക്ക് പോയി. അവൾക്കെങ്ങാനും IAS കിട്ടിയാ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ലെന്ന് ഓർത്തോണം. കളക്ടറുടെ കുടുംബത്തെ തൊടാൻ പറ്റുമോ ആർക്കെങ്കിലും? ശരിയാ ചേച്ചി, ഈ മൂത്തവൾ ശാരികയ്ക്കുള്ള കല്യാണവും ഏതാണ്ട് ഉറച്ചെന്നാ ഞാൻ കേട്ടത്. ഓഹോ, അത് ശരി. ഏത് കൊന്തനാണ് അവളെ കെട്ടുന്നേ? വല്ല പൊറോട്ട അടിക്കാൻ വന്ന ബംഗാളിയോ ആസാമിയോ ആയിരിക്കും. അതാ രസം. കേട്ടാ ചേച്ചി ഞെട്ടും. നമ്മുടെ അനൂപിന്റെ കോളേജിലെ ലെക്ചററാ പയ്യൻ. നല്ല തറവാടുത്തും സ്വത്തും ഒക്കെ ഉള്ള കൂട്ടര്. ആണോ? ആ, എന്റെ ഈശ്വര. ഈശ്വരനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല രാജേശ്വരി. നമ്മളെ കൊണ്ട് ശാരദയുടെ കുടുംബത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ആ സത്യഭാമയുടെ മകൻ വിഷ്ണുവല്ലേ അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത്. നീ തേനീന്നിറക്കിയ പാണ്ഡ്യനെയും ചേരനെയൊക്കെ ഓടിച്ചു വിട്ടതും
ഫുഡ് ഫെസ്റ്റ് കുളമാക്കാൻ വിട്ടവന്മാരെ പഞ്ഞിക്കിട്ടതൊക്കെ ആ വിഷ്ണുവല്ലേ? അവൻ ഒരാള് താഴെ വീണാലേ നമുക്ക് ആ കോട്ടയ്ക്ക് ആത്മാത്മജാതിയാം മർക്കട വീരരും ഈ പെണ്ണിത് അകത്ത് കയറി പോയിട്ട് നേരം കുറെ ആയല്ലോ. ഇവള് പ്രാർത്ഥിക്കല്ലാത്ത തപസ്സിയാണോ അവിടെ? ആ, ചില കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ കുറെ കാത്തു കിടന്നേ പറ്റൂ. ആ, വരുന്നുണ്ട്. എന്റെ ദേവി, വിഷ്ണുവേട്ടനെ ആ ചായക്കടക്കാരിയുടെ മകളെയും തമ്മിൽ അകറ്റാൻ ഒരു ഉപായം തെളിയിച്ചു തരണേ. എന്തെങ്കിലും ഒരു കുഞ്ഞു വഴി കാട്ടിത്തന്നാ മതി. ഞാനത് വെട്ടി തുറന്നൊരു തുരങ്കമാക്കിക്കൊള്ളാം. കൂടെ നിന്ന് സഹായിക്കണേ. മനസ്സൊരുകിയുള്ള പ്രാർത്ഥനയാണല്ലോ. സത്യഭാമയുടെ മരുമോളാക്കണേന്നുള്ള നിശബ്ദ നിലവിളിയാണെന്ന് കണ്ടാൽ അറിയാം. എന്റെ ദേവി, നല്ലൊരു വഴിയാ ഇവളിലൂടെ നീ എനിക്ക് തെളിച്ചു തന്നിരിക്കുന്നത്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യം നടത്തി തരണേ. ദേവി, ആരാ ഇത്? സുസ്മിത മോളല്ലേ? മോളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. അയ്യോ, നമ്മൾ കുക്കിംഗ് കോമ്പറ്റീഷന് കണ്ടതല്ലേ, ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ. ആ, എവിടെയോ കണ്ടുമറന്ന മുഖമാണല്ലോന്ന് ഞാനും ആലോചിച്ചതേ ഉള്ളൂ. സത്യം പറഞ്ഞ നമ്മൾ ആദ്യം കാണുന്നത് അവിടെ വെച്ചാണെങ്കിലും അന്ന് മുതലേ ഞാൻ സുസ്മിത മോളുടെ ഒരു ഫാനാ. ആ, പേര് പറഞ്ഞില്ല. ഓ, എന്റെ പേരിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്നേ. UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെയും സരളയുടെയും മോള് സുസ്മിതയുടെ അത്ര വരുമോ ഈ രാജേശ്വരി? രാജേശ്വരി? ആ, ഇപ്പൊ ഓർമ്മ വന്നു. രാജേശ്വരി ഗോപാലകൃഷ്ണൻ. നിങ്ങളുണ്ടായിരുന്നല്ലോ ഫൈനൽ റൗണ്ട് വരെ. അതെ, അത് തന്നെ. സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ട് മത്സരിച്ചതല്ല. നിങ്ങൾ പിള്ളേരുടെയൊക്കെ കൈപുണ്യത്തിന് മുമ്പില് രാജേശ്വരിയൊക്കെ വെറും അശ്വല്ലേ? നിങ്ങളെന്നെ കളിയാക്കൊന്നും അല്ലല്ലോ അല്ലേ? ഏയ് അല്ല, ഒരിക്കലും അല്ല. സുസ്മിത മോളെ കളിയാക്കാനോ ദോഷം കിട്ടും കേട്ടോ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചങ്കി കൊള്ളുന്ന വർത്താനം പറഞ്ഞാല്. ചുമ്മാ പറഞ്ഞതാ ചേച്ചി, സീരിയസ് ആയിട്ട് എടുക്കണ്ട. സന്തോഷം. ഞാൻ സുസ്മിത മോളുടെ ഫാനാണെന്ന് വെറുതെ പറഞ്ഞതല്ല. കുക്കിംഗ് കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോ രഹസ്യമായിട്ട് ഞാൻ മോൾ ഉണ്ടാക്കി വെച്ച ചക്ക പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തു. സ്വർഗമല്ലേ, സ്വർഗം. അതിന്റെ 7 അയലത്ത് വരുമോ കുടുംബശ്രീ ശാലിനി ഉണ്ടാക്കിയ ആ കപ്പ പിണ്ണാക്ക്. വിധി നിർണയത്തിൽ പക്ഷപാതം ഉണ്ടായി എന്നാ ആദ്യം ഞാൻ കരുതിയത്. പിന്നെ ഞാൻ അറിഞ്ഞത് സുസ്മിത മോളെ കല്യാണം കഴിക്കാനിരുന്ന വിഷ്ണുവിന്റെ അമ്മയാ ഈ ജഡ്ജ് സത്യഭാമയെന്ന്. പിന്നെ ചിലര് പറയുവാ സുസ്മിത മോള് ഭാവി മരുമകളായതുകൊണ്ടാ സത്യഭാമ ഫൈനൽ റൗണ്ട് വരെ തോൽപ്പിക്കാതെ നിർത്തിയതെന്ന്. അങ്ങനെ ആരാ പറഞ്ഞത്? ആ ശാലിനി തന്നെ. കുടുംബശ്രീ ശാരദയുടെ പിഴച്ച സന്തതി. ചേച്ചിക്കറിയോ ആ കുട്ടിയെ? ഓ, അത് കുറച്ച് സങ്കടമുള്ളൊരു കഥയാണ് എന്റെ മോളെ. ശാലിനിയുടെ അമ്മ ശാരദ മോള് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ കപ്പും കാശും അടിച്ചെടുത്ത സ്ത്രീ തന്നെ. പണ്ട് ആ സ്ത്രീയുമായിട്ട് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു എന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണന്. ആണുങ്ങളല്ലേ, ചിലപ്പോ കണ്ണും കൈയും കാട്ടിയാ ഭ്രമിച്ചു പോയെന്നിരിക്കും. അങ്ങേരങ്ങനെ പെട്ടുപോയി. പക്ഷെ പിന്നീട് ശാരദയ്ക്ക് മറ്റു പലരുമായി ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോ എന്റെ ഗോപാലേട്ടൻ പിന്മാറിക്കളഞ്ഞു. എന്നെ കല്യാണം കഴിച്ചേ പിന്നെ ഗോപാലേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. എന്നാലും ആ ശാരദ പറഞ്ഞോണ്ട് നടക്കുന്നത് ശാലിനി അടക്കമുള്ള 3 പെൺകൊച്ചുങ്ങളും ഗോപാലേട്ടന്റെ വേണമെന്നാ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. മാത്രമല്ല ഗോപാലേട്ടനെ അങ്ങോട്ട് വീണ്ടും വളയ്ക്കാനുള്ള ഒരു ശ്രമവും തുടങ്ങിയിട്ടുണ്ടാവിളിപ്പോ. സുസ്മിത മോളൊന്നും പറഞ്ഞില്ലല്ലോ.
ചേച്ചി കേട്ടത് സത്യമാ. വിഷ്ണുവേട്ടൻ തന്നെ അക്കാര്യം എന്നോട് തുറന്ന് സമ്മതിച്ചിരുന്നു. മതി, ഇത്രയും കേട്ടാ മതി. ചേച്ചിക്ക് തൃപ്തിയായി. ആ ബന്ധം പൊട്ടിക്കാൻ എന്ത് വില കൊടുത്തും ഈ ചേച്ചി കൂടെ ഉണ്ടാവും. സുസ്മിതമൊക്കെ വിശ്വസിക്കാം. അത് വേണ്ട. വേണ്ടെന്നോ? അതെ, ശാലിനിയെ തകർത്ത് വിഷ്ണുവേട്ടനെ സ്വന്തമാക്കാനുള്ള യുദ്ധം സുസ്മിതയ്ക്ക് ഒറ്റയ്ക്ക് പൊരുതാനുള്ളതാ. അതിനാരുടെയും സഹായം വേണ്ട എനിക്ക്, സത്യഭാമയുടെ പോലും. ഇവളാള് പോലി തന്നെ. ലക്ഷ്യം ഒന്നാണെങ്കിലും നമുക്ക് രണ്ടാൾക്കും രണ്ട് വഴിയാ ചേച്ചി. ചേച്ചിയുടെ പോരാട്ടത്തിന് ആളോ അർത്ഥമോ ആയുധമോ വേണ്ടി വന്നാ സുസ്മിതയോട് ആവശ്യപ്പെട്ടാ മതി. ഞാനും നല്ല സ്വാധീനമുള്ള ആളായി സൊസൈറ്റിയില്. അറിയാം. ഏതായാലും സന്തോഷായി മോളെ. സത്യത്തിൽ ഇപ്പോഴാ രാജേശ്വരിക്കൊപ്പം നിൽക്കാവുന്ന ഒരു പെണ്ണിനെ കാണുന്നത്. നമ്മൾ ഇനിയും കാണണോ? എനിക്ക് കാണാം. സന്ദർഭം വരട്ടെ. ഇപ്പൊ പോവാ ഞാൻ. ശരി. ഷിടാ, ഇവളെ പണ്ടേ പരിചയപ്പെടേണ്ടതായിരുന്നു. എന്തായാലും എനിക്ക് കിട്ടേണ്ട വിവരം കിട്ടി. ഒപ്പം അവളുടെ മനസ്സിലേക്ക് ഞാൻ കൊളുത്തിയിട്ട തിരിയിനി ബോംബായി പൊട്ടുമെന്ന് ഉറപ്പാ. അപ്പൊ നീ എന്നെ അന്വേഷിച്ചു വരുമെന്ന് തീർച്ചയല്ലേ? പ്രേമം പകയായ പെണ്ണ് അടങ്ങിയിരിക്കില്ലെന്ന് ഉറപ്പാ. കാണാം നമുക്ക്. ഇത് വിജയന്റെ ആണല്ലോ. ഹലോ, പറയാൻറ്റി. നീ ഇതെവിടെയാ? ഞാൻ ദേ വന്നോണ്ടിരിക്കാം. എത്താറായി. ബസ്സിലോ ഓട്ടോയിലോ? കാറിലാ ആന്റി. കാറിലോ? അതെങ്ങോട്ടുള്ളതാ? നമ്മുടെ നാട്ടിലേക്കാ. ആഹാ, എന്നാ വേഗം വാ. അവള് ടാക്സി പിടിച്ചാ വരുന്നത്. രക്ഷപ്പെട്ടു. AC-യില് വിശാലായിരുന്നു പോവാം. അല്ലാതെ പിന്നെ ഈ ചൂടത്ത് എത്രയും നേരം ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്നത് ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതെ, അതാ താൻ പറഞ്ഞ ബസ് സ്റ്റോപ്പ്. നമസ്കാരം. നീയാണോ ശാലിനി? അതെ ആന്റി. ഞാനാ വിജയലക്ഷ്മി, രാജീവിന്റെ അമ്മ. ഇത് അമ്മാവൻ കൃഷ്ണൻകുട്ടി നായർ. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ അങ്ങോട്ട് കേറ് വിജയെ. കാറിലിരുന്ന് സംസാരിക്കാലോ. അതിന് ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ചൂടെടുത്തിട്ട് വയ്യ. അല്ല അമ്മാവ, അത് പിന്നെ ആന്റി. ഡ്രൈവറെ, അല്ല ഡിക്കി തുറക്ക്. ഡ്രൈവർ അല്ലേ? തുറക്ക്. തുറക്ക്. ആ പെട്ടി എടുത്ത് വെക്ക്. അടച്ചോ. അല്ല ആന്റി, അതെ, അത് പിന്നെ ഈ വണ്ടി. നീ മുന്നിലത്തെ സീറ്റിലോട്ട് ഇരിക്കാൻ. എന്തിനാ എല്ലാരും കൂടെ ഇടിച്ചു കുത്തിയിരിക്കുന്നത്? സൗകര്യമായിട്ട് ഇരുന്നു പോകാൻ സ്ഥലമുണ്ടല്ലോ. ഹലോ, ഹു ഈസ് ദിസ്? സോറി, വൃന്ദയുടെ നമ്പർ അല്ലേ ഇത്? അതെ, ഞാൻ അവളുടെ ഹസ്ബൻഡാണ്, നീരജ്. നിങ്ങളാരാണ്? ഞാൻ വൃന്ദയുടെ കൂട്ടുകാരി ശാലിനിയുടെ ചേച്ചിയാ.
ശാരിക. ഓ ഐ സി. ശാലിനിയെ പറ്റി വൃന്ദ പറഞ്ഞ എനിക്കറിയാം. ആ സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടിയല്ലേ? അതെ. ഇന്ന് അവൾക്ക് നാഗർകോവിൽ വെച്ച് IAS മെയിൻ എക്സാം ആയിരുന്നു. ഇന്നലെ അവൾ ഇവിടുന്ന് പുറപ്പെട്ടതാ രാത്രിയില്. ശാലിനി നിങ്ങളുടെ ഫ്ലാറ്റിലല്ലേ താമസിച്ചത്? ഞങ്ങളുടെ ഫ്ലാറ്റിലോ? ഞാൻ വൃന്ദയുടെ ഒപ്പം താമസമെന്ന് അവള് പറഞ്ഞാണല്ലോ. ഐ ആം സോറി, ഞങ്ങളിപ്പോ കോയമ്പത്തൂരാ ഉള്ളത്. ഇന്നലെ എന്റെ അപ്പച്ചി മരിച്ചു. ഞാനും വൃന്ദയും കൂടി മരിപ്പ് അന്വേഷിച്ചു വന്നതാ. പക്ഷെ അവള് പറഞ്ഞത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും. വൃന്ദയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നീട് വിളിച്ചാൽ മതി. ഞാനിപ്പോ പുറത്താ. മരണ വീട്ടിൽ ഫോൺ ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് അവളുടെ ഫോൺ ഇപ്പോ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. ഇല്ല, ഒന്നും പറയാനില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. എന്താ മോളെ, വൃന്ദ എന്തു പറഞ്ഞു? നിന്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നേ? വൃന്ദയും ഭർത്താവും ഇന്നലെ നാഗർകോവിൽ ഇല്ലായിരുന്നമ്മേ. ഒരു മരണം ഉണ്ടായിട്ട് അവര് ഇന്നലെ കോയമ്പത്തൂരിന് പോയെന്ന്. ഈശ്വര, പിന്നെ എവിടെ ശാലിനി ഇന്നലെ താമസിച്ചത്? ആരുടെ കൂടെ? ഞങ്ങളുടെ രാജീവിന്റെ പെണ്ണ് ഞങ്ങൾക്ക് സ്വന്തം മോളെ പോലെയാ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ, നാളെ ഇപ്പോ ഈ വിവാഹ നിശ്ചയമല്ലേ. അപ്പോ നാളെ തന്നെ ഈ 30 പവനും കൂടി ഇട്ട് കണ്ടിരുന്നേൽ ഒരു സന്തോഷമാവുമായിരുന്നു. അല്ല, ഞങ്ങളതാ പ്രതീക്ഷിക്കുന്നതും. അല്ല, മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അമ്മയോട് പറയാ ആന്റി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവിടെ അവര് എന്നെയും പ്രതീക്ഷിച്ചിരിക്കായിരിക്കും. എന്നാ ശരി. ആഹാ, കുഞ്ഞേച്ചി പരീക്ഷ കഴിഞ്ഞ് വന്നല്ലോ. കുഞ്ഞേച്ചി. ശാലിനി. കുഞ്ഞേച്ചി, പരീക്ഷ എളുപ്പമായിരുന്നു കുഞ്ഞേച്ചി? കുഴപ്പമില്ലായിരുന്നു. യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോഴാ നീ എത്തിയത്? ഇവിടെ എന്താ നിൽക്കുന്നേ? വെറുതെ. നിന്റെ പനി മാറിയോ? പനിയൊക്കെ ഇന്നലെ വിട്ടതാ. പക്ഷെ രാത്രി ഇവള് ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു. തീ പോലെ പൊള്ളുന്ന പനി. ഒടുവിലെടുത്ത് ആശുപത്രി കൊണ്ടുവേണ്ടി വന്നു. ഇന്ന് ഉച്ചയായപ്പോ എല്ലാം ക്ലിയർ ആയതാ. പക്ഷെ പനി വിട്ട കുറച്ചു സമയം അടങ്ങിയിരിക്കണ്ടേ? ഇവള് പക്ഷെ ഓടിച്ചാടി നടപ്പാ ഇപ്പോഴത്തെ പണി. ഓ, അതൊന്നും പറയണ്ട. എനിക്ക് പനി വന്നതുകൊണ്ട് ചേച്ചിക്ക് ഒരാളെ കാണാനും കോംപ്രമൈസ് ചെയ്യാനും പറ്റിയില്ലേ? ആരെയാണെന്ന് ചോദിക്കൂ കുഞ്ഞേച്ചി. ആരാ? രാജീവ് സാറിനെ തന്നെ. അമ്മ മുൻകൈ എടുത്ത് വിളിച്ചിട്ട് രാജീവ് സാറാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഇവിടെ വന്ന് സഹായിച്ചത്. ഇടയ്ക്ക് രണ്ടുപേരും തമ്മിൽ ചെറിയ പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി കട്ട പ്രേമായി. അമ്മ എവിടെ? പുറകിൽ അടുക്കളയിലുണ്ടെന്ന് തോന്നുന്നു. ഈ കുഞ്ഞേച്ചിക്ക് ഇത് എന്തു പറ്റി? എന്ത് പറഞ്ഞിട്ടും ഒരു എഫക്റ്റും ഇല്ലല്ലോ. ചിലപ്പോ പരീക്ഷ പ്രയാസമായിരുന്നിരിക്കും. നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാവും എളുപ്പമായിരുന്നു. അങ്ങനെയല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഡൾ ആവില്ല. എന്തായിരിക്കും ഈ യാത്രക്കിടയിൽ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.